ഒരു വെറൈറ്റി റെസിപ്പിയാണത്. ചെറിയ മത്തി വെച്ചിട്ടാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മത്തിക്ക് പകരമായിട്ട് ചെറിയ നത്തോലിയോ അല്ലെങ്കിൽ വേറെ ഏത് ചെറിയ പൊടിമീൻ എടുത്തിട്ടും ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാനിവിടെ മത്തിയെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ മത്തിയാണ്. നാട്ടിലെ മത്തി പോലെ അല്ല ഇത്. നാട്ടിലെ മത്തിക്ക് നന്നായിട്ട് ചെതമ്പലുണ്ടാവും, ഇവിടുത്തേന് ചെതമ്പൽ കുറവാണ്. ഇത് കുവൈത്തിൻ്റെ മത്തിയല്ല കേട്ടോ, ഇത് സൗദിയിൽ നിന്ന് വരുന്ന മത്തിയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുവൈത്തിൻ്റെ മത്തിയാണെങ്കിൽ പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല, അത്രയും ഉപ്പാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മസാല തേച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ വറുത്തെടുക്കാം. ഞാനിവിടെ ഓയിലാണ് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ അങ്ങനെയും വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ മീനായതുകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഡൗട്ടാണ്, ഇങ്ങനെ അടിയിൽ ഒട്ടിപ്പിടിക്കുക എന്നുള്ളത്. ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് വരുമ്പോൾ വെറും മുള്ള് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ സാധാരണയായിട്ട് എങ്ങനെയാണ് ചെറിയ മത്തിയൊക്കെ വറുത്തെടുക്കുന്നത് അതേപോലെ തന്നെയാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ വറുത്തെടുത്തിട്ട് പിന്നെ മസാലയിൽ ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ അതൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നന്നായിട്ട് ഇതിനെ വറുത്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ആ മീൻ വറുത്തിട്ടുള്ള എണ്ണ കളയണ്ട, ആ എണ്ണയിൽ തന്നെയാണ് ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കുന്നത്. ഞാനിതിവിടെ ഒരു പാത്രത്തിലേക്ക് വേറെ മാറ്റി ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒത്തിരി കണ്ട് ഉള്ളിയുടെ അളവ് കൂട്ടി കൊടുക്കണ്ട. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയിൽ വേണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ, ടേസ്റ്റാണ്. വലിയ ഉള്ളിയുടെ അളവ് ഒത്തിരി കണ്ട് കൂട്ടി കൊടുക്കരുത്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളുടെ അളവ് ഒത്തിരി അങ്ങോട്ട് കൂട്ടി കൊടുക്കണ്ട. മസാലയിൽ ഇങ്ങനെ മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ കുത്തു വരും. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മീനിട്ട് കൊടുക്കാം. ഇപ്പോൾ മീനിട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ ഒട്ടും പൊടിയാത്ത വിധത്തിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. മീനെല്ലാം പൊടിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതെല്ലാം കൂടി അതിലാണ്ട് മിക്സായിട്ട് പോകും. അപ്പോൾ ഈ ചെറിയ നത്തോലിയൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഈ മസാലയിൽ ഇരുന്നിട്ട് 10 മിനിറ്റോളം ഒന്നിങ്ങനെ ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ആവിയിൽ ഇരുന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു മീനിൻ്റെ റെസിപ്പിയാണ് ഇത്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ചോറിലേക്കൊക്കെ പറ്റിയൊരു ഐറ്റമാണിത്.